ഒമാനി റിയാലിനെ അനാദരിച്ചെന്ന കേസിൽ ഏഷ്യൻ വനിതയെ അറസ്റ്റ് ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. മസ്കറ്റ് മെട്രോ പദ്ധതി പ്രഖ്യാപനം 2 മാസത്തിനകം. ഒമാനിലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. സായിദ് യാസിൻ ഉപപ്രധാനമന്ത്രി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി. ഒമാനി കറൻസിയായ റിയാലിനെ അനാദരിച്ചെന്ന തരത്തിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരു ഏഷ്യൻ വനിതയെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ഞാൻ എങ്ങനെ പണം ഉണ്ടാക്കുന്നുവെന്നാണ് എന്റെ കുടുംബം ചിന്തിക്കുന്നത് എന്ന അടിക്കുറിപ്പോടെയാണ് വനിത വീഡിയോ പങ്കുവച്ചത് എന്ന് ആരോപി പറഞ്ഞു. വീഡിയോയിൽ ഒമാനി നോട്ടുകളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച വീഡിയോ സംബന്ധിച്ച് റോയൽ ഒമാൻ പോലീസിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വീഡിയോ നിരീക്ഷിക്കുകയും അക്കൗണ്ട് ഉടമയെ തിരിച്ചറിയുകയും പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് കേസ് കൈമാറുകയും ചെയ്തു. ഒമാനിൽ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ആരോപി അറിയിച്ചു. പ്രത്യേകിച്ച് പ്രവാസികൾ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടാൽ ഉടൻ അറസ്റ്റ്, പിഴ, നാടുകടത്തൽ എന്നീ നടപടികൾ വരെ സംഭവിക്കാമെന്നും ആരോപി മുന്നറിയിപ്പ് നൽകി. മസ്കറ്റ് മെട്രോ പദ്ധതി വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക വിദ്യാ മന്ത്രി എഞ്ചിനീയർ സായിദ് ബിൻ ഹമൂദ് അൽ മവാലി അറിയിച്ചു. മസ്കത്തിൽ തിങ്കളാഴ്ച നടന്ന മന്ത്രാലയത്തിന്റെ വാർഷിക വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഭൂതല ഗതാഗത ട്രാക്കിംഗ് പദ്ധതിയുമായി മസ്കറ്റ് മെട്രോ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും 2 മാസത്തിനുള്ളിൽ ട്രാക്കിംഗ് പദ്ധതി ഒപ്പുവെക്കുന്നതിന് പിന്നാലെ മസ്കറ്റ് മെട്രോ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാനമായ മസ്കറ്റ് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക, നഗരത്തിന്റെ വളർച്ചയെ ഉൾക്കൊള്ളുക, പൊതുഗതാഗതം മെച്ചപ്പെടുത്തുക, സുസ്ഥിരമായ നഗര വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള മെട്രോ പദ്ധതി നിലവിൽ സാധ്യതാ പഠന ഘട്ടത്തിലാണ്. ഏകദേശം 50 മുതൽ 55 കിലോമീറ്റർ നീളമുള്ള മെട്രോ ലൈനാണ് പദ്ധതിയിലുള്ളത്. സുൽത്താൻ ഹൈതം സിറ്റിയിൽ നിന്ന് ആരംഭിച്ച് റൂബി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് വരെയാണ് മെട്രോ സർവീസ് നടത്തുക. മസ്കത്തിലെ പ്രധാന ജനവാസ വാണിജ്യ കേന്ദ്രങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മസ്കറ്റ് മെട്രോ ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായുള്ള പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി കൂടിയാണ്. ഒമാനിലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജ ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതുക്കിയ ഘടനയിൽ സുൽത്താന്റെ മകനും സാംസ്കാരിക കായിക യുവജന മന്ത്രിയുമായിരുന്ന സായിദ് യാസിൻ ബിൻ ഹൈതം ബിൻ താരിഖ് അൽ സൈദിനെ സാമ്പത്തിക കാര്യ ചുമതലയുള്ള ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു. മറ്റൊരു മകൻ സായിദ് ബിലറബ് ബിൻ ഹൈതം ബിൻ താരിഖ് അൽ സൈദിനെ മന്ത്രിയും മസ്കറ്റ് ഗവർണറുമായി നിയമിച്ചു. സുൽത്താനാണ് മന്ത്രിസഭയുടെ അധ്യക്ഷൻ. വാണിജ്യ വ്യവസായ വകുപ്പിലും ടൂറിസം വകുപ്പിലും മന്ത്രിമാരെ മാറ്റി നിയമിച്ചു. പൊതുസ്ഥലങ്ങളിൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രവർത്തനങ്ങൾ ആരോഗ്യപരവും പരിസ്ഥിതിപരവുമായ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായി മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാട്ടി. പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് മൂലം എലികൾ, കീടങ്ങൾ എന്നിവയുടെ വർധന, ദുർഗന്ധം എന്നിവ പരിസര പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഭക്ഷ്യാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനും പൊതുസ്ഥലങ്ങളുടെ സൗന്ദര്യനാശത്തിനും കാരണമാണ്. ഇത്തരം പ്രവൃത്തികൾ സമീപവാസികൾക്ക് വലിയ അസൗകര്യം സൃഷ്ടിക്കുന്നതായും മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാട്ടി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.